الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒട്ടനവധി ആളുകൾ, അവരുടെയൊക്കെ സ്വാലിഹായിട്ടുള്ള മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കൗമാരം വിട്ട് കടക്കുന്നത് മുതൽ മനുഷ്യരെ അലട്ടുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജീവിതോപാധി തേടിയിട്ടുള്ള അലയലുകൾ. സാമ്പത്തിക മേഖലയിലുള്ള ചിന്തകളും അതുപോലെ തന്നെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ആകുലതകളും മനുഷ്യനെ ഒരു കൗമാരപ്രായം കഴിഞ്ഞാൽ തന്നെ പിടിപെടലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം പ്രിയപ്പെട്ടവരെ അതിലേക്ക് നമ്മെ ഉണർത്തുന്നുണ്ട്. ലാ യസാലു ഖൽബുൽ കബീരി ശാബൻ ഫിസ്നത്തി. ഒരു വയോവൃദ്ധൻ്റെ മനസ്സ് പോലും രണ്ട് കാര്യങ്ങളിൽ യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കും. എന്നിട്ട് പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ ഹദീസ് ഏതൊക്കെയായിരുന്നു, വചനങ്ങൾ ഏതൊക്കെയായിരുന്നു പ്രിയപ്പെട്ടവരെ? ഫി ഹുബ്ബി ദുനിയാ വ തൂലിൽ അമൽ. ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമം. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഫി ഹുബ്ബിൽ ഹയാത്ത് വ കസറത്തിൽ മാൽ. ധാരാളം സമ്പത്ത് ഉണ്ടാക്കണം, ധാരാളം ദുനിയവിയായ നേട്ടങ്ങൾ കൊയ്തെടുക്കണമെന്ന ആഗ്രഹം മനുഷ്യനെ പിടിപെടും. എത്രത്തോളം? വയോവൃദ്ധന് പോലും ആ ആഗ്രഹം ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. കാരണം സമ്പത്ത് എന്നുള്ളത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. സമ്പത്ത് നേടാനുള്ള ആഗ്രഹം. എന്തിനവൻ സമ്പത്ത് നേടുന്നു? മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളൊക്കെ ഒന്ന് ഉയർന്നു നിൽക്കണം, ഞാൻ എവിടെയും താഴ്ന്നു പോകരുത് എന്ന ചിന്തയാണ് അവനെ പലപ്പോഴും ഇത്തരത്തിലുള്ള പല മേഖലകളിലേക്കും എത്തിക്കാറുള്ളത്.
ഇവിടെ മനുഷ്യനെ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടത്, മനുഷ്യൻ്റെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലൊക്കെ ഏറെ ഗൗരവത്തോടു കൂടി മനുഷ്യൻ കാണേണ്ടത് അവൻ്റെ കടമിടപാട് തന്നെയാണ്. വളരെ നിസ്സാരമായിട്ട് മനുഷ്യൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ഈ കാലികമായ സാഹചര്യത്തിൽ വളരെ നിസ്സാരമായി കാണുന്നൊരു കാര്യം കൂടിയാണ് കടമിടപാടുകൾ എന്നുള്ളത്. എന്നാൽ മുൻഗാമികൾ, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ എത്ര ഗൗരവത്തോടു കൂടി കണ്ടിരുന്നു എന്നറിയോ പ്രിയപ്പെട്ടവരെ ഈ കടമിടപാടുകളെ. പ്രവാചകൻ നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ പോലും ഈ കടത്തിൻ്റെ ഗൗരവത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, കുമിഞ്ഞുകൂടുന്ന പാപങ്ങളിൽ നിന്ന് എന്നെ മുക്തമാക്കണേ നാഥ. അതുപോലെ തന്നെ മഗ്റമിദ്ദൈന്, കടത്തിൽ നിന്ന് റബ്ബേ, കടം കുമിഞ്ഞുകൂടുന്നൊരവസ്ഥ, കടത്തിൻ്റെ ഭാരം വഹിക്കുന്നതിൽ നിന്ന് റഹ്മാനായ റബ്ബേ എന്നെ കാക്കണമേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു. സഹാബത്ത് ചോദിക്കുന്നുണ്ട് പ്രവാചകനോട്, റസൂലേ ഇന്നക തസ്തഈദു മിനൽ മഗ്റം, നിങ്ങൾ ധാരാളം കടത്തിൽ നിന്ന്, അതിൻ്റെ പേടിപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ റബ്ബിനോട് കാവൽ ചോദിക്കുന്നുണ്ടല്ലോ പ്രവാചകരെ, എന്തിനാണ് താങ്കൾ ഇത്ര ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുന്നത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? നമ്മളെല്ലാവരും മനസ്സിരുത്തി കേൾക്കേണ്ട ഒരു മറുപടി. ഒരു വ്യക്തി കടം വാങ്ങുകയാണ്, ഇന്ന റജുല ഇദാ ഗരിമ ഇസ്തദാന ഹദ്ദസ ഫകദബ വവഅദ ഫഅഖ്ലഫ. വല്ലാത്തൊരു വാക്കാണ്. ഒരു വ്യക്തി കടം മേടിച്ചാൽ ഹദ്ദസ ഫകദബ, അവൻ കളവ് പറയും, അവൻ കരാറ് ലംഘിക്കും, അവൻ കരാറ് പാലിക്കുന്നൊരവസ്ഥ എപ്പോഴാണ് ഉണ്ടാവുക? അപ്പം ഞാൻ ഇന്ന വർഷം അല്ലെങ്കിൽ ഇത്ര മാസത്തിന് ശേഷം തരാട്ടോ എന്ന് പറയും. ആ മാസത്തിലോ ആ ദിവസത്തിലോ അവന് കൊടുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല ചിലപ്പോൾ. അതല്ല എങ്കിൽ ഞാൻ നിനക്ക് തരണമെന്ന് വിചാരിച്ചതായിരുന്നു. പച്ചക്കള്ളമാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും ഈ വിഷയത്തിൽ അതീവ ഗൗരവത്തോടുകൂടി മറ്റു മേഖലകളിൽ ശ്രദ്ധിക്കുന്നവരടക്കം ഈ വിഷയത്തിൽ വീഴ്ച വരുത്താറുള്ളത്. അള്ളാഹിൻ്റെ റസൂൽ അത്രയും ഗൗരവപൂർവ്വം തന്നെ പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമായിരുന്നു ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഒരു ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മെ ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. എന്നാലോ ഒരു ഷഹീദിന് പോലും പുറത്തു കൊടുക്കാത്ത, വിട്ടുകൊടുക്കാത്ത കാര്യമേതാ? അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ. ഷഹീദിനിതാ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അടരാടി പോരാടിയ വ്യക്തിക്കിതാ റഹ്മാനായ റബ്ബ് എല്ലാം പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലദ്ദൈനാ, അവൻ്റെ കടമിടപാടുകൾ അല്ലാഹു വിട്ടുകൊടുക്കുകയില്ല. കടം എന്നുള്ളത് അത്രയും ഗൗരവപൂർവ്വം എന്നുള്ളത് ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കണം. മറ്റു സമാനമായ എത്ര ഹദീസുകൾ കാണാൻ കഴിയുന്നറിയോ? ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഖുതിൽത ഫീ സബീലില്ലാ, റബ്ബിൻ്റെ മാർഗത്തിൽ അവൻ അടരാടി പോരാടി. എങ്ങനെ? സ്വാബിറൻ, ക്ഷമിച്ചുകൊണ്ട്, മുഹ്തസിബൻ, ആ സ്വർഗം മാത്രമാണ് അവൻ കൊതിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ യുദ്ധത്തിൻ്റെ രണാങ്കളത്തിൽ പിറകോട്ടില്ലാതെ മുന്നോട്ടവൻ കുതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ പാപങ്ങൾ കഫറല്ലാഹു അൻക ഖതായാക, നിന്റെ എല്ലാ പാപം അല്ലാഹു പുറത്തു തരും. ഇല്ല ദൈൻ, കടം പുറത്തു കിട്ടൂല. കടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുകൊടുക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കലേ അള്ളാഹിൻ്റെ റസൂലും സഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൈ ഇങ്ങനെ ഈ നെറ്റിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുകയാണ്. സഹാബത്തിന് അത് മനസ്സിലായി. പ്രവാചകൻ്റെ വല്ലാത്തൊരു പ്രയാസമുള്ള രൂപത്തിൽ പ്രവാചകൻ ആ രൂപത്തിൽ ഇടപഴകുകയാണ്. സഹാബത്ത് അപ്പോൾ ഒന്നും മുണ്ടിയില്ല. അടുത്ത ദിവസം കാണുന്ന സമയത്ത് റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, നിങ്ങൾ ഇന്നലെ ഇങ്ങനെയൊക്കെ ഒരു പ്രയാസം ഞങ്ങൾ കണ്ടു, എന്തായിരുന്നു റസൂലേ? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ? വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ വലം കൈ ആരാണോ ഉടമപ്പെടുത്തിയിട്ടുള്ളത്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. പ്രവാചകൻ ഒരു കാര്യം സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ഒരു വ്യക്തിയുണ്ടല്ലോ, ആ ഷഹീദായ വ്യക്തി സുമ്മ ഉഹിയ, ആ വ്യക്തി വീണ്ടും ജീവിപ്പിക്കുകയാണ്, പിന്നീടും അദ്ദേഹം കൊല്ലപ്പെടുകയാണ്, ഷഹീദാവുകയാണ്, പിന്നീടും ജീവിപ്പിക്കുകയാണ്.
അതേ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ ദീനിനു വേണ്ടി ആ യുദ്ധത്തിൻ്റെ രണാങ്കളത്തിൽ അടരാടി പോരാടുന്നതിൻ്റെ പ്രതിഫലമാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അലൈഹി ദൈനുൻ, ആ വ്യക്തിക്ക് കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, ആ വ്യക്തി നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എങ്ങനെ? ആ യുദ്ധത്തിൽ അദ്ദേഹം, ആ വ്യക്തി അടരാടി പോരാടുന്ന ഷഹീദിൻ്റെ പ്രതിഫലം അറിയിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പോലും കടമുണ്ടെങ്കിൽ മാ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയെ വ്യഭിചാരോപണം നടത്തിയൊരു വ്യക്തിയുണ്ട്, അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂൽ. ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ബിൻ സുലൂലിൻ്റെ മയ്യത്ത് അള്ളാൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അള്ളാൻ്റെ റസൂല് കടവുമായി ഒരു വ്യക്തി, ഒരു മയ്യത്ത് തൻ്റെ മുന്നിൽ വന്നാൽ പ്രവാചകൻ ചോദിക്കും, ഈ വ്യക്തിയുടെ മേൽ വല്ല കടമുണ്ടോ എന്ന്. ഇല്ലാന്ന് പറഞ്ഞാലേ അള്ളാൻ്റെ റസൂല് നമസ്കരിക്കുമായിരുന്നു എന്നാണ്. അല്ലെങ്കിൽ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് പറയും, സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങൾ നിങ്ങളെ സഹോദരന് വേണ്ടി നിസ്കരിച്ചോന്ന്, നിങ്ങൾ നിങ്ങളെ സഹോദരന് വേണ്ടി നമസ്കരിച്ചോന്ന്. പ്രിയപ്പെട്ടവരെ, എത്ര സമാനമായ ചരിത്രങ്ങൾ കാണാൻ കഴിയുന്നറിയോ? പ്രവാചകൻ്റെ സന്നിധിയിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹ് അതേ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ വ്യക്തിക്ക് കടമുണ്ടോ എന്നുള്ളത്. ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എത്ര കടമെന്നറിയോ? 2 ദീനാറാണ് കടമുള്ളത്. 2 ദീനാറാണ് കടമുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെ കൂട്ടർക്ക് വേണ്ടി, നിങ്ങളെ അനുചരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, റസൂലേ ഞാൻ ഏറ്റെടുത്തു. അള്ളാഹിൻ്റെ റസൂൽ വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്, അബൂ ഖത്താദ ഏറ്റെടുത്തോ, ഈ മയ്യത്തിൻ്റെ മേലിലുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി നീങ്ങിയോ അബൂ ഖത്താദ? അതേ റസൂലെ, ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം കണ്ടപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂ ഖത്താദ നീ അത് കൊടുത്തു വീട്ടിയോ? ഫഅല മാ ഫഅല ദീനാറാൻ, ആ ദീനാറിൻ്റെ വിഷയത്തിൽ എന്ത് നിലപാടാണ് നീ എടുത്തത്? അപ്പോൾ സാധാരണ നമ്മളൊക്കെ പറയുന്നൊരു അതേ ഒരു മറുപടി ഉണ്ടല്ലോ, റസൂൽ ഇന്നലെ മരിച്ചിട്ടില്ലുള്ളൂ. ഇന്നമാ മാത അംസി, റസൂലേ ഇന്നലെ മരണപ്പെട്ടിട്ടേ ഉള്ളൂ. ആ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നു കൊണ്ട് എൻ്റെ ഉപ്പയുടെ മേലോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഈ വ്യക്തിയുടെ മേലോ വല്ല കടബാധ്യതയുമുണ്ടെങ്കിൽ മക്കളായ, അതല്ല എങ്കിൽ ആ മയ്യത്തിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയായ എന്നോട് ബന്ധപ്പെടണമെന്ന് പ്രിയപ്പെട്ടവരെ ശബ്ദത്തിൽ നാം പറയലുണ്ടല്ലോ. ആ വിഷയത്തിൽ എത്ര വലിയ രൂപത്തിലാണ്, ഏത് ഗൗരവ രൂപത്തിലാണ് നാം ആ വിഷയത്തെ സ്വീകരിക്കാറുള്ളത്? എങ്ങനെ നമ്മളതിനെ സ്വീകരിക്കാറുള്ളത്? ആ കൊടുത്തു വീട്ടപ്പം ഇന്നലെയാണ് മരിച്ചിട്ടുള്ളൂ എന്നാ. അള്ളാൻ്റെ റസൂൽ ഒന്നും ഉണ്ടിയില്ല. അള്ളാൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല ഇന്നലെയുള്ളൂ മരണപ്പെട്ടത് എന്ന ചോദ്യത്തിന്. അത് അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി. അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു അടുത്ത ദിവസം കാണുമ്പോൾ അങ്ങോട്ട് പോയി പറഞ്ഞു, റസൂലേ ഞാനത് കൊടുത്തു വീട്ടിയിട്ടുണ്ട് കേട്ടോ, ലഖദ് ഖളൈതുഹുമാ, പ്രവാചകനെ ഞാനത് കൊടുത്തു വീട്ടിയിട്ടുണ്ട്. ആ സമയത്ത് അള്ളാൻ്റെ റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? അൽ ആന ബറദത് അലൈഹി ജിൽദുഹു. അബൂ ഖത്താദ, ഇപ്പോഴാണ് ആ മയ്യത്തിൻ്റെ ശരീരം തണുത്തത്. അബൂ ഖത്താദ. പ്രിയപ്പെട്ടവരെ, ഈ ഹദീസിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ എത്ര മനോഹരമായി, എത്ര ഗൗരവമായിട്ടാണ് ഈ വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതെന്നറിയോ? 2 ദീനാറിൻ്റെ വിഷയത്തിൽ പോലും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കണിശത പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നിസാരമല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ യുഖ്ളാ അൻഹു. ഒരു മുഅ്മിനിൻ്റെ നഫ്സുണ്ടല്ലോ, അവൻ്റെ ആത്മാവുണ്ടല്ലോ, അത് കടവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു, അത് കൊടുത്തു കൂട്ടുന്നത് വരെയെന്ന്. ഈ ഹദീസിനെ വിശദീകരിക്കവേ സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞവരുണ്ട്, സ്വർഗീയാരാമത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി നരകത്തിലേക്കുമില്ലാതെ സ്വർഗത്തിലേക്കുമില്ലാതെ വല്ലാത്തൊരു പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ആ കടം കൊടുത്തു വീട്ടുന്നത് വരെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് അനന്തരാവകാശികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ നിയമങ്ങൾ പറയവേ എന്തു പറഞ്ഞു? വസിയ്യത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം. കടമുണ്ടെങ്കിൽ ആ കടം കൊടുത്തു വീട്ടിയിട്ടേ അനന്തരാവകാശികൾക്ക് വീതം വെക്കാൻ പോലും അധികാരമുള്ളൂ എന്നുള്ളതാണ്. അപ്പം അത്രയും ഗൗരവം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മുൻഗാമികളുടെയൊക്കെ വളരെ ഗൗരവമേറിയ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നൊക്കെ കാണാം, ഇയ്യാകും വദ്ദൈന, കടത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന അവ്വലഹു ഹമ്മുൻ വആഖിറഹു ഹർബുൻ.
ആ കടം മേടിച്ചാൽ മനുഷ്യന് ശങ്കയുണ്ടാവും, ആശങ്കയുണ്ടാകും, അല്ലേ? ഒരു വല്ലാത്ത വിഷമമുണ്ടാവും, വല്ലാത്ത ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്കടക്കം ആളുകൾ പോകും. അതുപോലെ തന്നെ വആഖിറഹു ഹർബുൻ, ആ കടത്തിൻ്റെ പര്യവസാനം പലപ്പോഴും എങ്ങനെയാകല്? എത്ര അണിചേർന്ന് പോയവരാണ് പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ഇടപെടലിൻ്റെ പേരിൽ, അതുപോലെ തന്നെ കടമിടപാടുകൾക്ക് മേൽ തെറ്റി നിന്നുകൊണ്ട് മരണം വരെ മിണ്ടാതെ നിൽക്കുന്നത്. എത്ര മനോഹരമായ, എത്ര നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു വാചക. ആ കടത്തിൻ്റെ അവസാനം എന്നുള്ളത് അത് ശങ്കയിലേക്കും പ്രശ്നങ്ങളിലേക്കും കലുഷിതാവസ്ഥയിലേക്കും നയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എത്ര ഹദീസുകളും വചനങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നറിയോ? നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുന്ന, നമ്മൾ മരിക്കണതിന് മുമ്പ് കടം കൊടുത്തു വീട്ടാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ, ഒരാളെ ദീനാറും ദിർഹമും ബാക്കി വെച്ചുകൊണ്ട് മരണപ്പെടുക, അത് കടബാധ്യതയുള്ളവനായിക്കൊണ്ട് മരണപ്പെടുക, അവൻ്റെ നന്മയിൽ നിന്നാണ് റഹ്മാനായ റബ്ബ് അത് പൂർത്തീകരിക്കുക. ദീനാറിനും ദിർഹമിനും വിലയില്ലാത്ത ആ പാരത്രിക ലോകത്തൊരു സുബ്ഹാനല്ലാഹ് ഉണ്ടെങ്കിൽ, ഒരു അൽഹംദുലില്ലാഹ് ഉണ്ടെങ്കിൽ, ഒരു അല്ലാഹു അക്ബർ ഉണ്ടെങ്കിൽ, അൽഹംദുലില്ലാഹ് എന്ന് മനുഷ്യൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ പരലോകത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മകളായിരിക്കും നമ്മുടെ ദിർഹമിനും ദീനാറിനും പകരമായി റഹ്മാനായ റബ്ബ് അവിടെ വെക്കുക. എത്ര ഗൗരവമാണത്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരു വ്യക്തിയുണ്ടല്ലോ, അവനിതാ കടബാധ്യതയുള്ളവനായി കൊണ്ട് മരണപ്പെടുകയാണ്. അവന് മരണപ്പെടുന്നതിന് മുമ്പ് അവനെ കടം കൊടുത്തു വീട്ടിയിട്ടില്ല. അവന് റബ്ബിനെ കണ്ടുമുട്ടുക മോഷ്ടാവിന് തുല്യമായിട്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതൊക്കെ ഇതിൻ്റെ ഗൗരവങ്ങൾ നമ്മെ പഠിപ്പിക്കണം. ഇന്ന് കടമിടപാടുകളുടെ ഒരു ആധുനിക വേഷം എന്താ പ്രിയപ്പെട്ടവരെ? പലിശയാണ്. തൊട്ടതിനും പിടിച്ചതിനും നാം ഉപയോഗിക്കുന്ന ഈ UPI ആപ്പുകളിൽ നിന്നടക്കം, അതല്ല എങ്കിൽ നമ്മുടെ മൊബൈലിൽ ഒരു ക്ലിക്ക് ചെയ്താൽ അടക്കം പൈസ, അതല്ല എങ്കിൽ തുകകൾ, പണം നമ്മുടെ കൈകളിലേക്ക് വരുന്നൊരു കാലഘട്ടത്തിൽ വേണ്ടതിനും വേണ്ടാത്തതിനും മനുഷ്യതിൽ ഇടപെടുക. ഇപ്പോൾ പലിശയുടെയൊക്കെ ഗൗരവം എന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര ഉലമ സലഫികളെന്നറിയപ്പെടുന്ന അഹ്ലുസുന്നയുടെ ആളുകളെന്നറിയുന്ന നമസ്കാരത്തിന് മുന്നിലുള്ളവരിൽ അടക്കം വരുന്ന അബദ്ധം എന്താ? ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു, എന്തപ്പ ചെയ്യുക? ഞാൻ അങ്ങോട്ട് എടുത്തു, അള്ള പുറത്തു തരുന്നു. ആ അള്ള തന്നെയാണ് ഈ വിഷയത്തിൻ്റെയൊക്കെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. യുത്തീലു സഫറ അശ്അസ അഗ്ബറ യമുദ്ദു യദൈഹി ഇലസ്സമായി യാ റബ്ബി യാ റബ്ബി. ഒരു വ്യക്തി ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് റഹ്മാനായ റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ള ഉത്തരം കൊടുക്കൂല എന്നാ. എന്താ ഉത്തരം കൊടുക്കാതിരിക്കാനുള്ള കാരണം? അവൻ്റെ ഭക്ഷണം ഹറാമിൻ്റേതാ, അവൻ്റെ പാനീയം ഹറാമിൻ്റേതാ, അവൻ്റെ വസ്ത്രം ഹറാമിൻ്റേതാ, അവൻ ഹറാമിൽ മുങ്ങിക്കുളിച്ചവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅന്നാ യുസ്തജാബു ലിദാലിക്. പിന്നെ എങ്ങനെ ഞാൻ അവന് ഉത്തരം കൊടുക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പ്രിയപ്പെട്ടവരെ. കല്യാണത്തിൻ്റെ പേര്, പ്രത്യേകിച്ച് ഈ ഒരു വെക്കേഷൻ കാലയളവിൽ തകൃതിയായിട്ട് കല്യാണങ്ങളും മറ്റുമൊക്കെ നടക്കുന്നൊരു സമയമാണ്. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ കടങ്ങൾ കുമിഞ്ഞുകൂടുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10-15 ലക്ഷമൊക്കെ അങ്ങോട്ട് വാരിയെറിയാണ്. ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നത് ഇവിടുന്നും കടം മേടിച്ചിട്ട് ആളുകളുടെ മുന്നിൽ ദുരഭിമാനത്തിൻ്റെ പേരിലാണ് പ്രിയപ്പെട്ടവർ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. റഹ്മാനായ റബ്ബ് വെറുതെ വിടുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടും? ഒരു രോഗിയായി പെട്ടെന്ന് അള്ളാഹ്ക്കറിയാം. റഹ്മാനായ റബ്ബ് വദൂദാണ്, റഹീമാണ്, റഹ്മാനാണ്. നമ്മൾ വലിയൊരു പ്രതിസന്ധി വന്നു, അതൊക്കെ പടച്ചോനറിയാം. പക്ഷേ വേണ്ടതിനും വേണ്ട ദുരഭിമാനത്തിൻ്റെ പേരിലാണ് പലരും ഇന്ന് പ്രിയപ്പെട്ടവരെ കടക്കെണിയിൽ അകപ്പെടുന്നത്, അല്ലേ? എൻ്റെ വീടൊന്ന് ചെറുതായി പോയി, അപ്പുറത്തെ വീട് 1 സ്ക്വയർ ഫീറ്റ് നമ്മേക്കാൾ കൂടിയാൽ ഒന്നും കൂടി എന്ത് ചെയ്യണം? ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണം, അതല്ല എങ്കിൽ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഒന്ന് എടുക്കണം. അങ്ങനെയുള്ള ചിന്തകളുടെ പേരിലാണ് പലരും പ്രിയപ്പെട്ടവരെ കടമിടപാടുകളിൽ ഏർപ്പെടുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോൾ ഈ കടം വാങ്ങുമ്പോൾ ഇതാവുമ്പോഴൊക്കെ നമ്മിൽ നിന്നൊക്കെ തീരെ ഇല്ലാതായി പോയ കാര്യം എന്താ അറിയോ? ഈ ഒരു 1 ലക്ഷം ഉറുപ്പ്യ കാട്ടിക്കുക, നമ്മൾ സാധാരണ 2 സാക്ഷികൾ വേണം, എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ അനക്കെന്താ എന്നെ വിശ്വാസമല്ലേ എന്നാണ്. അത് പടച്ചോൻ പറഞ്ഞതാണ്, അള്ള പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായത്തിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാ? ആയത്തുദ്ദൈനാണ്. ആയത്തുദ്ദൈന് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ശരിക്കൊന്ന് പാരായണം ചെയ്യണം. അത് അമാനി മൗലവി റഹിമഹുള്ളയുടെ തഫ്സീറെങ്കിലും ആ വിഷയത്തിൽ നമ്മളൊന്ന് പഠിക്കണം. നമുക്ക് ശരിക്കണം ബോധ്യപ്പെടും. അള്ള പറഞ്ഞതാ എഴുതി വെക്കണമെന്ന്, അത് എഴുതി വെക്കന്നെ വേണം. സാക്ഷികൾ വേണമെന്ന് റബ്ബ് പറഞ്ഞതാ, അത് പാലിക്കാൻ നമുക്ക് എന്താ തടസ്സം?
എത്ര ആളുകളാണ് പ്രിയപ്പെട്ടവരെ കടമിടപാടുകൾ നടത്തി ആ വിഷയത്തിൽ ക്രയവിക്രയങ്ങൾ നടത്തിയിട്ട് ലാസ്റ്റ് തെറ്റിപ്പിരിഞ്ഞ് ആകെ അലങ്കോലാവുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്? ഞാൻ കൊടുത്തിട്ടുണ്ട്, എനിക്ക് തന്നിട്ടില്ല, എന്താ തെളിവ്? എന്തേ? അള്ള പറഞ്ഞത് പലപ്പോഴും ചെയ്തില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ റബ്ബ് പറഞ്ഞ് കടം മേടിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ തന്നെ ഈ മര്യാദകൾ പാലിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഒരു കടം മേടിക്കുന്ന അവസ്ഥ ഉണ്ടായാലേ വിശ്വാസിയുടെ നിലപാട് എന്താണെന്നറിയോ? മൻ അഖദ അംവാലന്നാസി, ആരെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് പണം സ്വീകരിക്കുകയാണ്, കടം വാങ്ങുകയാണെങ്കിൽ, യുരീദു അദാഅഹാ, അത് മേടിക്കുന്ന സമയത്ത് തന്നെ പടച്ചോനെ ഇത് എനിക്കെത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണമല്ലോ എന്ന ചിന്തയാണെങ്കിൽ അദ്ദല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൊടുത്തു വീട്ടാനുള്ള സഹായം അവന് നൽകുന്നതാണ്. നീ മേടിക്കുമ്പോൾ തന്നെ ഉള്ളോനല്ലേ, ഇതിപ്പോൾ അങ്ങനെ സ്വീപ്പാക്കുക എന്ന് പറയില്ല നമ്മൾ, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുക, അതിനിപ്പോൾ ചോദിക്കുമ്പോൾ അപ്പം നീട്ടി പറയാം. അങ്ങനെയാണ് പലർക്കും ചിന്ത. അങ്ങനെ ഒരു ചിന്തയിലാണ് വാങ്ങുന്നതെങ്കിലോ ഒമൻ അഖദ യുരീദു ഇത്ലാഫഹാ അത്ലഫഹുല്ലാഹ്, അല്ലാഹു കൊടുക്കാനുള്ള തൗഫീഖ് അവന് കൊടുക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ നെയ്യത്ത് മേടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പോലും പ്രിയപ്പെട്ടവരെ നെയ്യത്ത് പരിശുദ്ധമാക്കണം എന്നുള്ളത്. അതോടൊപ്പം നമുക്ക് കടമുണ്ട്, 1,00,000 രൂപ കടൻ, അത് കൊടുത്തു വിട്ടാൻ നമ്മളെ ഏറ്റവും വലിയ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഇത് കഴിയട്ടെ, അവിടെ പോയിട്ടില്ലല്ലോ, ഇവിടെ വന്നിട്ടില്ലല്ലോ, കുട്ടികളത് പറഞ്ഞതല്ല. കട എന്ത് ചെയ്യണം? ആദ്യം കൊടുത്തു കൂട്ടണം. അത് മനുഷ്യനെ മാനസികമായിട്ട് വല്ലാതെ പേടിപ്പെടുത്തുന്ന, വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കടം എന്നുള്ളത്. ഒരിക്കലും അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ഹദീസ് ഉണ്ട്. ഹദീസ് ഇങ്ങനെയാണ്: അള്ളാഹിൻ്റെ റസൂൽ പള്ളിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. മദീന പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അൻസാരി ആയിട്ടുള്ളൊരു വ്യക്തി. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ആണ്. അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക ജാലിസൻ ഫീ ഗൈരി വഖ്തി സ്വലാ, നമസ്കാരത്തിൻ്റെ സമയത്തല്ലാതെ എന്താ അബൂ ഉമാമ പള്ളിയിൽ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഹുമൂമുൻ ലസിംതനി വദുയൂനുൻ യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലേ, എന്നെ വല്ലാതെ ദുഃഖവും വിഷാദവും അലട്ടുന്നുണ്ട് പ്രവാചകരെ, അതുപോലെ തന്നെ എൻ്റെ കടബാധ്യതകൾ എന്നെ അലട്ടുന്നുണ്ട് പ്രവാചകരെ. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു കൊടുത്തൊരു കാര്യം എന്താണെന്നറിയോ? അഫലാ ഉഅല്ലിമുക കലാമൻ, അബൂ ഉമാമ ഞാൻ നിനക്കൊരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? ഇദാ ഖുൽതുഹു, നീ അത് പാരായണം ചെയ്താൽ, നീ അത് ഉരുവിട്ടാൽ, അദ്ഹബല്ലാഹു അമ്മക വഖലാ അൻക ദൈനക, നീ ഒരു പ്രാർത്ഥന ചൊല്ലിയാലേ നിൻ്റെ ആ ഹമ്മുണ്ടല്ലോ, നിൻ്റെ ആ ദുഃഖവും വിഷാദവും സങ്കടവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, അത് അള്ളാഹ് പോയിപ്പിച്ചു തരും. വഖലാ അൻക ദൈനക, നിൻ്റെ കട റബ്ബ് അത് കൊടുത്തു വീട്ടാനുള്ള തൗഫീക്ക് നിനക്ക് നൽകും. എന്നിട്ട് ഏതാ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുത്തത്? ആ സ്വഹാബി ഒരു ഇതിന് കേട്ടപ്പോൾ, ബലാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾ പഠിപ്പിച്ചു തരും. എന്നിട്ട് ഏതാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി, അല്ലേ? നമുക്കറിയാവുന്നൊരു പ്രാർത്ഥനയാണ്. വഅഊദു ബിക മിനൽ അജ്സി വൽ കസലി വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹരി റിജാൽ. ഇതെപ്പോൾ പ്രാർത്ഥിക്കേണ്ട? രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പഠിച്ചോനെ, ദുഃഖത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും അശക്തിയിൽ നിന്നും മടുപ്പിൽ നിന്നും കടബാധ്യതയിൽ നിന്നും ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യരുടെ പീഡനത്തിൽ നിന്നുമൊക്കെ റബ്ബേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്നുള്ളത്. ആ സഹാബി വര്യനെയും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതുപോലെ ഇത് നിർവഹിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ട് എന്താണെന്നറിയോ? ഫഫഅൽതു ദാലിക ഫഹദഅബഹുല്ലാഹു ഹമ്മി വഗമ്മി വഖലാ അന്നി ദൈനി, അള്ളാഹ് എൻ്റെ ദുഃഖവും വിഷാദവും പ്രയാസങ്ങളും നീക്കി തന്നു, എൻ്റെ കടം റബ്ബ് കൊടുത്തു വീട്ടി തന്നു, അതിനുള്ള തൗഫീക്ക് നൽകി എന്നുള്ളതാണ്. അതാണ് പ്രാർത്ഥനയുടെ പവർ എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥിക്കും, KKPP പ്രാർത്ഥന, കിട്ടി പോയാൽ പോയി എന്നുള്ള പ്രാർത്ഥന. അതിൻ്റെ അപ്പുറത്ത് ഇദുല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, എൻ്റെ റബ്ബ് എനിക്ക് എന്തായാലും ഉത്തരം തരും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കുടിയിലിങ്ങനെ ഇരിക്കലല്ല, അതൊരു തവക്കുലിൻ്റെ യഥാർത്ഥ രീതിയല്ല. അശ്രാന്ത പരിശ്രമം നടത്തണം. ആ കടം കൊടുത്തു വീട്ടാൻ ഞാൻ 2 മണിക്കൂർ ഓവർ ടൈം എടുക്കണോ? ഞാൻ ഓവർ ടൈം എടുത്തേ മതിയാകൂ.
ഞാൻ ഈ നിലവിൽ തുടരുന്ന ജോലി പോരെ എൻ്റെ കടം കൊടുത്തു വിട്ടാൻ മറ്റൊരു ജോലി ഞാനത് അന്വേഷിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും. അതാണൊരു മുഅ്മിനിൻ്റെ നിലപാടായിക്കൊണ്ട് ഈ ഹദീസുകളെയൊക്കെ വിശദീകരിക്കുന്ന രംഗങ്ങളിൽ പണ്ഡിതന്മാർ പഠിപ്പിച്ച് നൽകിയത്. മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന എന്താ? നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക്. പടച്ചോനെ ഹലാലിൽ പടച്ചോനെ മതി വരുത്തണമെന്നതാ, മറ്റൊരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ റബ്ബേ എനിക്ക് നൽകല്ലേ എന്ന് ഈ പ്രാർത്ഥന അള്ളാൻ്റെ റസൂല് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രത്യേകിച്ച് കടവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. പടച്ചോൻ എപ്പോഴാണ് അള്ളാഹു വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരിക എന്നറിയില്ല. അതുകൊണ്ട് പ്രാർത്ഥന എന്നുള്ളത് വലിയൊരു പ്രൊട്ടക്ഷനായി നാം കാണുക. ഇതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറന്തള്ളി നമ്മളെല്ലാത്തിനും മുന്നിലുണ്ടായിട്ട് പക്ഷേ ഞാൻ പഴയ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാർ കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കും ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. അതുകൊണ്ട് തീരുമാനം എടുക്കുക, ഇന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതേ ചെയ്യുള്ളൂ. ഞാനൊരു വാഹനം മേടിക്കും, അത് എനിക്ക് കടമില്ലാതെ മേടിക്കാൻ കഴിയുമെങ്കിൽ അത് മതിക്ക്. ഞാനൊരു വീട് വെക്കും, അത് പലിശയുടെയും കടബാധ്യതയും കുമിഞ്ഞുകൂടുന്നൊരവസ്ഥയാണെങ്കിൽ ഞാനുള്ള വീട് മതി. അതിങ്ങനെ വലുതാക്കി കുമിഞ്ഞുകൂടി അസമാധാനവും സമാധാനമില്ലായ്മയും ഒക്കെ ആയിട്ട് ഇബാദത്തുകളിലും ഒന്നും ശ്രദ്ധ കൈവരിക്കാൻ കഴിയാത്ത, എല്ലാവരുടെ മുന്നിലും അപമാനിതനാവുന്ന അവസ്ഥ ഒക്കെ വല്ലാത്തൊരു ഇടങ്ങേറുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ കടത്തിൻ്റെ ഗൗരവം നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിക്ക് യഥാർത്ഥ കാരണക്കാരനെ കടം കൊടുക്കുന്നതിന് ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളേറെ മനസ്സിലാക്കണം. സദഖയുടെ കൂലി അടക്കമുണ്ട് എന്നുള്ളതിൻ്റെ റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ച ഒരു വിഷയം കൂടിയാണ്. ഇപ്പോൾ ഒരു ഹദീസ് നോക്കി നിങ്ങൾ, മൻ അല്ലറ മുഅ്സിറൻ, ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കടക്കാരന് ഒരാൾ അവധി കൊടുക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഒരു ദിവസം വെച്ചു, ഒരു വർഷം വെച്ചു, അന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ ഒരു അവധി നീട്ടിക്കൊടുക്കണം. ഔ വലഅലഹു അളല്ലഹുല്ലാഹ് ഫി ളില്ലിഹി ഫി ളില്ലി അർശിഹി യൗമൽ ഖിയാമ. ഇത് വല്ലാത്തൊരു വാക്കാണ്. അതല്ലെങ്കിൽ അതിന്ന് അവൻ കടത്തിൽ നിന്ന് കുറച്ച് മാപ്പ് ചെയ്തു, വിട്ടുകൊടുത്തു, ഇതൊക്കെ ചെയ്താൽ നാളെ അള്ളാഹുവിൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞ ഒരു വിഷയം കൂടിയാണെന്ത്? ഒരാൾക്ക് കടം കൊടുക്കുക, ഇനി അത് നീട്ടിക്കൊടുത്തു, അതല്ലെങ്കിൽ അതൊന്ന് കുറച്ച് ഇത്ര തരണ്ട കേട്ടോ, ഇത്ര തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ കൂലിയുണ്ട് എന്നുള്ളതാണ്. സമാനമായ കുറേ ഹദീസുകൾ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. ഒരു സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന ഹദീസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം കൂടി എന്ത് ചെയ്യണം? നമ്മൾ മുഖവിലക്കെടുക്കണം, ഗൗരവപൂർവ്വം എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ശിഫ പ്രദാനം ചെയ്യണേ. അല്ലാഹ്, പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ ഹബീബ് റഹ്മാൻ സാഹിബിൻ്റെ മകൻ വലിയ പ്രയാസത്തിലാണ്. 15 വയസ്സുള്ളൊരു മോനാണ്. ഇപ്പോഴും വെൻറ്റിലേറ്ററിലായിക്കൊണ്ട് പെട്ടെന്ന് ഒരു കാർഡിയാക് അറസ്റ്റ് വന്നതാണ്. അല്ലാഹു ആ മോനിക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി ആ കുടുംബത്തോടൊപ്പം പൂർണ്ണാരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് ഒരുപാട് സജീവ പ്രവർത്തകർ ആക്സിഡൻറ്റും മറ്റുമൊക്കെ ആയിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, പെട്ടെന്നുള്ള പരീക്ഷ
പരീക്ഷണങ്ങളിൽ നിന്ന്, മാറ്റിയാൽ മാറാത്ത രോഗങ്ങളിൽ നിന്നൊക്കെ റബ്ബേ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീന് പഠിക്കാനും അത് പ്രവർത്തിക്കാനും അത് ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ച ഞങ്ങൾ ഉസ്താദുമാർ, പണ്ഡിതന്മാർ പലരും ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന്, അഹ്ലുസുന്നയുടെ ആളുകൾക്ക് എന്നും സമാധാനവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوة ويقاضي الحاجات. اللهم اعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.